2016 ദുബായ്ക്ക് 46.1 ബില്യൺ ദിർഹമിന്റെ ബജറ്റിന് ദുബായ് ഭരണാധികാരിയും UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകി. കഴിഞ്ഞ വർഷത്തേക്കാൾ 12% കൂടുതൽ വകയിരുത്തിയിട്ടുണ്ട്. 3.4 ബില്യൺ ദിർഹം മിച്ചം പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ദുബായിലെ വികസന ക്ഷേമ ഭരണ പ്രവർത്തനങ്ങൾക്കായി വിഭാവനം ചെയ്തിട്ടുള്ളത്. ആരോഗ്യം, വിദ്യാഭ്യാസം, കുട്ടികളുടെയും അമ്മമാരുടെയും ക്ഷേമം, ഭിന്നശേഷിയുള്ളവർ, യുവാക്കൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് ബജറ്റിൽ മുൻതൂക്കം നൽകുന്നുണ്ട്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനു കൂടിയാണ് പുതിയ ബജറ്റ്. സൗദി റാബിഗിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. അരീക്കോട് സ്വദേശി വാഴയിൽ NV കരീം, ഭാര്യ മുംതാസ്, മകൻ ഷാദിലിന്റെ 2 വയസ്സുള്ള കുട്ടി ഹൈറിൻ എന്നിവരാണ് മരിച്ചത്. മദീന സന്ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുടുംബം വാഹനാപകടത്തിൽപ്പെടുകയായിരുന്നു. സൗദി വനിതകൾക്ക് വിദേശി ഭർത്താക്കന്മാരിലുണ്ടായ മക്കളെ മാതാവ് മരണപ്പെടുന്ന ഘട്ടത്തിൽ നിദാഖാത്തിൽ നിന്നും ഒഴിവാക്കും. എന്നാൽ മാതാവ് മരണപ്പെട്ടതിനു ശേഷം രാജ്യത്ത് തുടരുന്നതിന്റെ നിയമവിഷയങ്ങൾ തങ്ങളുടെ പരിധിയിൽ വരുന്നതല്ലെന്ന് സൗദി അധികൃതർ വ്യക്തമാക്കി. നിലവിൽ വീട്ടുവേലക്കാരികളെ റിക്രൂട്ട് ചെയ്യുന്ന നടപടി തുടരും. പുരുഷന്മാരായ തൊഴിലാളികൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആകെയുള്ള തൊഴിലാളികളിൽ 20% കൂടാൻ പാടില്ലെന്ന വ്യവസ്ഥയുമുണ്ട്. ഏതെങ്കിലും രാജ്യത്തുനിന്ന് റിക്രൂട്ട്മെന്റ് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യക്കാരായ സൗദിയിലുള്ള തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പ് മാറ്റവും നിരോധിക്കും. ബംഗ്ലാദേശിൽ നിന്നും റിക്രൂട്ട്മെന്റ് സൗദി പുനരാരംഭിക്കും. സൗദി എഞ്ചിനീയറിംഗ് കൌൺസിലിനു സമാനമായി സൗദി ടെക്നിക്കൽ കൌൺസിലും വരുന്നു. വിവിധ സാങ്കേതിക ജോലികൾ ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് പ്രത്യേക ലൈസൻസ് അനുവദിക്കുമെന്ന് സൗദി ടെക്നീഷ്യൻ കോർപ്പറേഷൻ ഉപമേധാവി ഫഹദ് അബ്ദുൽ അസീസ് അൽ തുവൈജറി അറിയിച്ചു. പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും ലൈസൻസ് നൽകുകയെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിലെ തൊഴിൽ മേഖലയിലെ ടെക്നീഷ്യന്മാരുടെ നിലവാരം ഉയർത്തുന്നതിന് ഇത് തൊഴിൽ മേഖലയുടെ തന്നെ പുരോഗതിക്കും നിലവാരത്തിനും സഹായകമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദുബായിൽ സൈബർ വഴി ഭീഷണിപ്പെടുത്തുന്നവർക്കെതിരെ അധികൃതർ നടപടികൾ കർശനമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് ടെലികമ്മ്യൂണിക്കേഷൻ അധികൃതർ പോലീസുമായി സഹകരിച്ച് ബോധവൽക്കരണം നടത്തി. പോലീസിൽ അലാമീൻ സർവീസ് വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ഖലീൽ അലി, ട്രാസ്റ്റ് സെക്യൂരിറ്റി വിഭാഗം മാനേജർ ഗെയ്ത് അൽ മദീന എന്നിവരാണ് ബോധവൽക്കരണം നയിച്ചത്. സൈബർ കുറ്റവാളികൾ ആളുകളെ ഭീഷണിപ്പെടുത്തുകയും സാമ്പത്തികമായി മുതലെടുക്കുകയും ചെയ്യുന്നുവെന്ന് UAE ട്രാ ഡയറക്ടർ ജനറൽ ഹമദ് ഉബൈദ് അൽ മൻസൂരി ചൂണ്ടിക്കാട്ടി. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ കുവൈറ്റ് നാഷണൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു. നാഷണൽ ലൈബ്രറി ജനറൽ മാനേജർ കമാൽ അൽ അബ്ദുൾ ജലീൽ, ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. അറബ് ലോകത്ത് പ്രഥമ വ്യക്തിത്വത്തെ തിരഞ്ഞെടുക്കുന്നതിന് റഷ്യ ടുഡേ നടത്തിയ സർവേയിൽ സൗദി രാജാവ് സൽമാൻ ഒന്നാമത്. വോട്ട് ചെയ്തവരിൽ 56.4% പേരും സൽമാൻ രാജാവിനെ പിന്തുണച്ചു. റഷ്യ ടുഡേ നടത്തിയ സർവേയിൽ തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവ് ഒന്നാമത്. ആകെ വോട്ടെടുപ്പ് രേഖപ്പെടുത്തിയതിൽ 56.4% പേരും സൽമാൻ രാജാവിനെയാണ് അറബ് വ്യക്തിത്വമായി തെരഞ്ഞെടുത്തത്. സൽമാൻ രാജാവിന് 2,44,321 വോട്ടുകൾ ലഭിച്ചു. അറബ് ലോകത്തു നിന്നുമുള്ള ഏതാനും നേതാക്കളെയും പ്രമുഖ വ്യക്തികളെയും ഉൾപ്പെടുത്തി നടത്തിയ സർവേയിലാണ് സൽമാൻ രാജാവ് ഒന്നാമതെത്തിയത്. യമനിൽ നിയമാനുസൃത ഭരണകൂടം സ്ഥാപിക്കുന്നതിന് സൈനിക നടപടിക്ക് മുൻകൈയെടുത്തതടക്കമുള്ള ധീരമായ നടപടികളും തീരുമാനങ്ങളുമാണ് സൽമാൻ രാജാവിനെ ഈ വർഷത്തെ അറബ് വ്യക്തിത്വമായി തെരഞ്ഞെടുക്കുന്നതിന് സർവേയിൽ പങ്കെടുത്തവരെ പ്രേരിപ്പിച്ചത്. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. സൗദിയിൽ സാങ്കേതിക തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് പ്രൊഫഷണൽ ലൈസൻസ് നിർബന്ധമാക്കുമെന്ന് സാങ്കേതിക തൊഴിൽ പരിശീലന കോർപ്പറേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫഹദ് അൽ തുവൈജറി പറഞ്ഞു. ദമാം മാവൂർ ഏരിയ പ്രവാസി സംഘത്തിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. മാപ്സിന്റെ മുഖ്യ രക്ഷാധികാരിയായി മുഹമ്മദ് അലി പാഴൂരിനെയും പ്രസിഡന്റായി മുഹമ്മദ് മാസ്റ്ററെയും ജനറൽ സെക്രട്ടറിയായി നൌഷാദ് PM-നെയും തെരഞ്ഞെടുത്തു. യൂത്ത് ഇന്ത്യ അൽഖോബാർ ചാപ്റ്റർ കുടുംബസംഗമവും യൂത്ത് ഇന്ത്യ നടത്തിയ മെഗാ കായികമേള സ്പോർട്ടിവോയിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കിയ അൽഖോബാർ യൂത്ത് ക്ലബ് അംഗങ്ങൾക്കുള്ള അനുമോദന യോഗവും സംഘടിപ്പിച്ചു. സംഗമം യൂത്ത് ഇന്ത്യ സൗദി കേന്ദ്ര പ്രസിഡന്റ്
അമീൻ വി ചൂനൂർ ഉദ്ഘാടനം ചെയ്തു. കൊൽക്കത്തയിൽ നടക്കുന്ന CPIM അഖിലേന്ത്യാ പ്ലീനത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് പ്രതിനിധി സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാളെ സംഘടനാ പ്രമേയ റിപ്പോർട്ടിന്മേൽ ചർച്ച നടക്കും. വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് പ്ലീനം വേദിയായ പ്രമോദ് ദാസ് ഗുപ്ത ഭവനിൽ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത്. 436 പ്രതിനിധികളാണ് പ്ലീനത്തിൽ പങ്കെടുക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്ലീനത്തിന്റെ 2ാം ദിനം സംഘടനാ റിപ്പോർട്ടിന്റെ സാരാംശവും സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും ഉൾപ്പെടുന്ന സംഘടനാ പ്രമേയം പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിക്കും. തുടർന്ന് സംഘടനാ റിപ്പോർട്ടിനും പ്രമേയത്തിന്മേലുമുള്ള ചർച്ച ആരംഭിക്കും. അതത് സംസ്ഥാന ഘടകങ്ങൾ തീരുമാനിക്കുന്ന പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. പശ്ചിമ ബംഗാളിലും കേരളത്തിലും പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ പ്ലീനം വഴിയൊരുക്കുമെന്ന് പ്ലീനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിച്ച CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. Both in Kerala and West Bengal, after the forthcoming assembly elections, which will be held after a few months of this plenum. പാർട്ടിയുടെ ശക്തി ദൗർബല്യങ്ങൾ ആഴത്തിൽ പരിശോധിക്കുന്നതും സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാൻ ഉതകുന്നതുമായ ചർച്ചയായിരിക്കും പ്ലീനത്തിൽ നടക്കുക. ജനലക്ഷങ്ങൾ പങ്കെടുത്ത മഹാറാലിക്കും പൊതുസമ്മേളനത്തിനും ശേഷമാണ് മർമ്മപ്രധാനമായ പ്രതിനിധി സമ്മേളനത്തിലേക്ക് പ്ലീനം കടന്നത്. പ്രമേയ അവതരണം കൂടി പൂർത്തിയാകുന്നതോടെ ചൂടേറിയ ചർച്ചയിലേക്ക് പ്ലീനം നീങ്ങും. കൊൽക്കത്തയിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്. പശ്ചിമ ബംഗാളിൽ CPIMന്റെ തിരിച്ചുവരവ് വിളിച്ചോതുന്ന ജനമുന്നേറ്റമായിരുന്നു പ്ലീനത്തോടനുബന്ധിച്ച് നടന്ന മഹാറാലി. 10 ലക്ഷത്തിലധികം പേർ അണിനിരുന്ന റാലി കൊൽക്കത്ത നഗരത്തെ ചെങ്കടലാക്കി. ബംഗാളിലെ മമതാ ബാനർജി സർക്കാരിന്റെ ജനാധിപത്യ ധ്വംസനങ്ങൾക്ക് എതിരായ പ്രതിഷേധം കൂടിയായി മാറി സമ്മേളന നഗരിയിലേക്ക് ഇരമ്പിയെത്തിയ ജനസാഗരം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിരവധി ചരിത്ര മുന്നേറ്റങ്ങൾക്ക് സാക്ഷിയായ കൊൽക്കത്ത നഗരം വീണ്ടും ചുവന്നു തുടുത്തു. ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നിന്നും പ്ലീനത്തിന്റെ ആവേശം ഉൾക്കൊള്ളാൻ ഒഴുകിയെത്തിയ പാർട്ടി പ്രവർത്തകർ ബ്രിഗേഡ് പരേഡ് മൈതാനത്ത് ചെങ്കടൽ തീർത്തു. ബംഗാളിൽ ഇടതു പ്രസ്ഥാനങ്ങൾ നാമാവശേഷമായെന്ന് പാടി നടക്കുന്നവർക്കുള്ള ചുട്ട മറുപടി കൂടിയായിരുന്നു പ്ലീനം റാലി. 20 ജില്ലകളിലെ 77,000 ബൂത്ത് കമ്മിറ്റികളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരും ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പ് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞ ബഹുജനങ്ങളുമാണ് മഹാറാലിയിൽ അണിനിരന്നത്. എതിർ ശബ്ദമുയർത്തിയാൽ നാവരിയുമെന്ന മമതാ ബാനർജി സർക്കാരിന്റെ തിട്ടൂരം ഇടതു ശക്തിക്ക് മുന്നിൽ നിഷ്പ്രഭമാണെന്ന് ബംഗാൾ ജനത തെളിയിച്ചു. വങ്കനാടിന്റെ ഇടതു പാരമ്പര്യം ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ലെന്ന മുദ്രാവാക്യമാണ് പ്ലീന നഗരിയിൽ അലയടിച്ചത്. പശ്ചിമ ബംഗാളിൽ CPIMന്റെയും ഇടതുപക്ഷത്തിന്റെയും ശക്തമായ തിരിച്ചുവരവ് പ്രഖ്യാപിക്കുന്ന ജനമുന്നേറ്റത്തിനാണ് കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് മൈതാനം സാക്ഷ്യം വഹിച്ചത്. പശ്ചിമ ബംഗാളിന്റെ ഉൾഗ്രാമങ്ങളിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഭീഷണി വകവെക്കാതെ എത്തിയവരാണ് ഇതിൽ ഭൂരിപക്ഷമെന്നത് ഈ ജനമുന്നേറ്റത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് മൈതാനത്ത് നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്. രാജ്യത്തെ രക്ഷിക്കാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും മാറണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ബംഗാളിന്റെ രക്ഷയ്ക്കായി തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. लोगों के ऊपर आर्थिक बोझ बढ़ाते जा रही है ये सरकार. दुनिया में तेल का दाम बहुत गिर गया, लेकिन आप और हमारे लिए 9 बार पिछले 1 साल के अंदर तेल का दाम बढ़ाया हमारे सरकार. ऐसे कई सारे दिक्कत है. अगर अपने जिंदगी को बेहतर बनाना है, अगर वैकल्पिक नीतियों को लागू करवाना है अपने देश और जनता के हित में, आज और कोई चारा नहीं है कि बंगाल बचाने के लिए तृणमूल को हटाना है. देश को बचाने के लिए आज हमें इस सांप्रदायिक ताकतों की सरकार को हटाना है, और वो तभी संभव होगा जब एक वैकल्पिक नीतियों को बढ़ाने की ताकत हमारे देश के अंदर राजनीतिक तौर पर पैदा हुए. പ്ലീനം റാലിയിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നും നിരവധി പേരാണ് കൊൽക്കത്തയിൽ എത്തിയിട്ടുള്ളത്. പാർട്ടി നിർദ്ദേശമില്ലാതെ സ്വന്തം ചെലവിലാണ് ഓരോരുത്തരും കൊൽക്കത്തയിൽ എത്തിയിരിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്നും M സന്തോഷിന്റെ റിപ്പോർട്ടിലേക്ക്. പാർട്ടി പ്ലീനത്തിന്റെ ആവേശം ഉൾക്കൊള്ളാൻ കേരളത്തിൽ നിന്ന് നിരവധി പാർട്ടി പ്രവർത്തകർ പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത നഗരത്തിൽ എത്തിയിട്ടുണ്ട്. പാർട്ടി പ്ലീനത്തിന്റെ മഹാറാലി നടക്കുന്ന ഈ സമ്മേളന വേദിക്കരികിൽ ഇവരെ വളരെ ആവേശത്തോടു കൂടിയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് ഇത്തരത്തിൽ പാർട്ടി നിർദ്ദേശപ്രകാരമാണോ ഇവിടെ വന്നിട്ടുള്ളത്? യാതൊരു നിർദ്ദേശവുമില്ല. പാർട്ടിയുടെ ഈ പ്ലീനം നടക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ ഇന്ത്യ രാജ്യത്തെ സാധാരണ ജനങ്ങളെ രാജ്യം ഒന്നായി കാണണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ള ഒരു പ്ലീനമായി ഈ പ്ലീനം മാറും എന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളാകെ
ഇന്നത്തെ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്. വിശേഷിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മലപ്പുറം ജില്ല പോലുള്ള ജില്ലയിൽ വർഗീയതയ്ക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തു പകരാൻ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പ്ലീനം വളരെ സഹായകരമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രവർത്തകരുടെ കൽക്കത്തയിലുള്ള പ്രവർത്തകരുടെ പ്ലീനത്തോടനുബന്ധിച്ചുള്ള ആവേശം എത്രത്തോളമാണ്? എങ്ങനെയാണ് കൽക്കത്ത സഖാക്കളെ ഒരു വിട്ടുപോയ ഒരു പ്രസ്ഥാനം വീണ്ടും വളരെ ശക്തിപൂർവ്വം തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ഒരു ആവേശമായ പ്രവർത്തനമാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ പ്രവർത്തനം കണ്ടതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും തീർച്ചയായും എല്ലാ അതിജീവിച്ച് വീണ്ടും CPM എന്ന പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടി ബംഗാളിൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് കാണുന്നത്. പുതിയ പോരാട്ടങ്ങൾക്ക് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കൊൽക്കത്തയിൽ ചേരുന്ന സംഘടനാ പ്ലീനം സഹായിക്കുമെന്നാണ് കേരളത്തിൽ നിന്നെത്തിയ പ്രവർത്തകരുടെ അഭിപ്രായം. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M. സന്തോഷ്. മറ്റു വാർത്തയിലേക്ക്. മാർത്തോമ സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ സക്കറിയാസ് മാർ തിയോഫിലസ് അന്തരിച്ചു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കബറടക്കം ചൊവ്വാഴ്ച തിരുവല്ല SC പള്ളി സെമിത്തേരിയിൽ നടക്കും. അന്തരിച്ച മാർക്സിസ്റ്റ് ചിന്തകനും എഴുത്തുകാരനുമായിരുന്ന പ്രൊഫസർ V. അരവിന്ദാക്ഷന് രാഷ്ട്രീയ സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന പൊതുദർശനത്തിന് ശേഷം ലാറൂർ ശ്മശാനത്തിൽ സംസ്കാരം നടന്നു. സാമൂഹ്യ രാഷ്ട്രീയ സാഹിത്യ രംഗങ്ങളിലെ പ്രമുഖർ പ്രൊഫസർ V. അരവിന്ദാക്ഷന് അന്തിമോപചാരം അർപ്പിച്ചു. മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ, പ്രഭാഷകൻ, അധ്യാപകൻ, വിമർശകൻ, എഴുത്തുകാരൻ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ സാന്നിധ്യമറിയിച്ച അരവിന്ദാക്ഷൻ 85-ാം വയസ്സിലാണ് വിടവാങ്ങിയത്. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ലാലൂർ വൈദ്യുതി ശ്മശാനത്തിൽ സംസ്കാരം നടന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ SFIയുടെ ആദ്യരൂപമായ സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ അരവിന്ദാക്ഷൻ പ്രവർത്തന മേഖലയിൽ സജീവമായി. തുടർന്ന് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം 20 വർഷം അധ്യാപക ജോലിയിൽ തുടർന്നു. ഇക്കാലയളവിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ നേതൃനിരയിലെത്തി. ന്യൂ ഏജ്, നവജീവൻ എന്നീ പത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1997 സർവ്വവിജ്ഞാനകോശം ഡയറക്ടറായി ചുമതലയേറ്റു. മൂലധനം ഉൾപ്പെടെ മാർക്സ്, ഏംഗൽസ്, ലെനിൻ തുടങ്ങിയവരുടെ കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. 2002 സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ശാസ്ത്രം, ചരിത്രം, ക്ലാസിക്കൽ കലകൾ, സംഗീതം, നാടകം, ചിത്രകല തുടങ്ങിയ മേഖലകളിൽ വ്യാപൃതനായിരുന്ന ബഹുമുഖ പ്രതിഭയാണ് V. അരവിന്ദാക്ഷന്റെ മരണത്തോടെ സാംസ്കാരിക കേരളത്തിന് നഷ്ടമാവുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നടൻ ദിലീപിന്റെ മിക്ക സിനിമകളും സുമി രാജുവിന്റെ മനസ്സിൽ സൂപ്പർ ഹിറ്റുകളാണ്. ഊണിലും ഉറക്കത്തിലും ദിലീപേട്ടനെ കാണാതെ ഈ അനിയത്തിക്കുട്ടിക്ക് കഴിയാനാകില്ല. എപ്പോഴും ദിലീപിന്റെ ഫോട്ടോ കയ്യിൽ കരുതുന്ന ഈ 16-കാരിക്ക് അത് നൽകുന്ന സന്തോഷം ചെറുതല്ല. ഭിന്നശേഷിയുള്ള അനുജത്തിയെ കാണാൻ ദിലീപേട്ടൻ ഒരുനാൾ വന്നിരുന്നുവെങ്കിൽ എന്ന സുമിയുടെ ആഗ്രഹം എന്നെങ്കിലും സഫലമാകുമെന്ന പ്രതീക്ഷയിലാണ് മാതാപിതാക്കൾ. ഇത് അടൂർ നെടുമൺ സ്വദേശി രാജുവിന്റെയും മിനി രാജുവിന്റെയും മൂത്ത മകൾ സുമി. 16-കാരിയായ സുമി രാജു ഇപ്പോൾ തിരുവനന്തപുരം പൂജപ്പുരയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സുമിക്ക് 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഓട്ടിസം എന്ന വൈകല്യമുള്ളതായി രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞത്. പിന്നെ പല സ്ഥലത്തുമായി ചികിത്സ തേടി. ഒടുവിൽ ഈ ആയുർവേദ ആശുപത്രിയിലെത്തി. 7 വർഷമായി ചികിത്സ തുടരുന്നു. പക്ഷേ ഇതൊന്നുമല്ല സുമി രാജുവിനെ കുറിച്ച് പറയാനുള്ളത്. കുട്ടിക്കാലത്ത് അമ്മയും അച്ഛനും സുമിയെ സിനിമകൾ കാണിച്ചു കൊടുത്ത നാൾ മുതൽ സുമിയുടെ മനസ്സിൽ ഒരു നടനോട് മാത്രം വേറിട്ടൊരു സ്നേഹം. നടൻ ദിലീപിന് ഈ 16-കാരി നൽകിയത് ഏട്ടന്റെ സ്ഥാനം. ഊണിലും ഉറക്കത്തിലും ദിലീപേട്ടനെ കാണാതെ ഈ അനീതി കുട്ടിക്ക് കഴിയാനാകില്ല. ദിലീപിന്റെ സിനിമയെ കാണും, ഇഷ്ടമാണോ ദിലീപിനെ കാണാൻ പോകാമോ നമുക്ക്? എപ്പോഴും ദിലീപിന്റെ ഒരു ഫോട്ടോ സുമിയുടെ കയ്യിലുണ്ടാകും. ദിലീപിനെ കുറിച്ച് പറയുമ്പോൾ സുമി ഏറെ സന്തോഷവതിയാണെന്ന് അമ്മ മിനി പറയുന്നു. ഉറക്കത്തില് കൈ വെച്ചുകൊണ്ട് കിടന്നുറങ്ങും. ഉറങ്ങുമ്പം അത് കയ്യിൽ നിന്ന് പോയാൽ, ചെറിയൊരു കഷ്ണം പേപ്പറാണെങ്കിലും കയ്യിൽ നിന്ന് പോയാൽ അവൾ അപ്പോഴും ഉണരും. ഉണർന്നിട്ട് അത് കട്ടിലിൻ്റെ കീഴിൽ വലിയ ഫാമിലി കോട്ട് ഇട്ടിരിക്കുന്നതിൻ്റെ കീഴിൽ നീന്തി കയറും. നമ്മൾ പോലും അറിയത്തില്ല, നീന്തി കയറി അത് എടുത്തുകൊണ്ട് വരും. ഓട്ടിസം ബാധിച്ച തന്റെ മകൾക്ക് ദിലീപിന്റെ സാന്നിധ്യം കൊണ്ട് അസുഖത്തിൽ മാറ്റമുണ്ടായേക്കാമെന്ന് ഡോക്ടർമാരും ചൂണ്ടിക്കാട്ടുകയാണ്. ദിലീപിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരാഗ്രഹം സുമിയുടെ രക്ഷിതാക്കളും കൈവിടുന്നില്ല. എന്തായാലും സുമിക്ക് ഈ ചികിത്സയുടെ ഭാഗമായി തന്നെ ദിലീപിനെ കൂടെ കാണാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു മെഡിക്കൽ മിറക്കിൾ പോലെയൊക്കെ സംഭവിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് രക്ഷിതാക്കൾ. ക്യാമറാമാൻ അജിത്തിനൊപ്പം സുനിൽ അരിമാൻ. അസുഖബാധിതയായ സുമിയെ കാണാൻ എത്തുമെന്ന് നടൻ ദിലീപ്. തന്നോടുള്ള സ്നേഹം ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്നും അദ്ദേഹം പീപ്പിൾ ടിവിയോട് പറഞ്ഞു. സുമിയെക്കുറിച്ചുള്ള പീപ്പിൾ വാർത്തയെ തുടർന്നാണ് ദിലീപിന്റെ പ്രതികരണം. വലിയ സന്തോഷം തോന്നിയത്, ഞാൻ
ദിലീപ എന്ന് പറഞ്ഞ ഉടനെ ഭയങ്കരമായിട്ട് പേര് റിപ്പീറ്റ് ചെയ്ത് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുകയും വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാനത് ഉറപ്പായിട്ടും ഇപ്പൊ ഈ 2 ദിവസത്തെ കാര്യം ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ് പെട്ടെന്നാണ് ഞാൻ ഇതിനെ കുറിച്ച് അറിയുകയും കാര്യങ്ങളും ഉടൻ തന്നെ നമ്പർ തപ്പെടുത്ത് വിളിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും അടുത്ത ദിവസം തന്നെ ആ മോളെ കാണാനായിട്ട് നമ്മൾ എന്താണെങ്കിലും വരുന്നുണ്ട്. അങ്ങനെ ഒരു എന്നെ കൊണ്ടാവുന്ന എന്താണ് ചെയ്യാൻ പറ്റുക വെച്ചാൽ ഉറപ്പായിട്ടും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് തന്നെയാണ്. വെള്ളാപ്പള്ളിയുടേത് കരുതിക്കൂട്ടിയുള്ള പ്രസംഗമാണെന്ന് VM സുധീരൻ. എഴുതി തയ്യാറാക്കിയുള്ള കുറിപ്പ് നോക്കിയാണ് വെള്ളാപ്പള്ളി വായിച്ചത്. ഉത്തരവാദപ്പെട്ടവർ ഇത് ഗൗരവത്തിലെടുത്തില്ലെന്നും സുധീരൻ പറഞ്ഞു. മതപരമായ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പർദ്ധയും വെറുപ്പും വൈരാഗ്യവും പകയും ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുക എന്ന ഗൂഢമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അത് നടത്തിയത് എന്ന കാര്യത്തിൽ ആ ദൃശ്യങ്ങൾ കണ്ട അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ ദൃശ്യങ്ങൾ കണ്ട പ്രസംഗം കേട്ട ആർക്കും സംശയമുണ്ടാകും എന്ന് കരുതുന്നില്ല. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതല്ലെങ്കിൽ ഇത്രയേറെ ത്യാഗനിർഭരമായ പ്രവർത്തനം നടത്തിയ ഒരു സഹോദരനെ കുറിച്ച് പറയുമ്പോൾ ആ മുഖത്തുണ്ടാകേണ്ട ഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നത്. ഞാനവിടെ കണ്ടത് ഒരു പരിഹാസത്തിൻ്റെ ഭാവമായി. ഇന്ന് അദ്ദേഹം പറഞ്ഞതായി മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. 18 കൊല്ലമായി ഞാൻ അദ്ദേഹത്തെ വേട്ടയാടുകയാണെന്ന്. വളരെ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണത്. UAE-യിൽ 6 മാസ വിസ നിരോധനം ഒഴിവാക്കി. തൊഴിലാളിയെയും ദാതാവും ഉഭയകക്ഷി സമ്മതപ്രകാരം തൊഴിൽ കരാർ അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ 6 മാസത്തെ വിസ നിരോധനം ഒഴിവാക്കിക്കൊണ്ട് UAE തൊഴിൽ മന്ത്രാലയം ഉത്തരവിറക്കി. വിവരങ്ങളുമായി ദുബായിൽ നിന്നും ജമാലുദ്ദീൻ ചേരുകയാണ്. ജമാലുദ്ദീൻ, വിവരങ്ങൾ. UAE-യിലെ തൊഴിൽ മേഖലയെ സംബന്ധിച്ച സുപ്രധാനമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തൊഴിലാളിയും തൊഴിലുടമയും പരസ്പര സമ്മതപ്രകാരം തൊഴിൽ കരാർ അവസാനിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ 6 മാസത്തെ വിസ നിരോധനം ഒഴിവാക്കിക്കൊണ്ട് UAE തൊഴിൽ മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുന്നു. 2016 ജനുവരി മുതൽ ഈ നിയമം പ്രാബല്യത്തിലാകും. വർക്ക് പെർമിറ്റും ജോലിയും പരസ്പര സമ്മതപ്രകാരം അവസാനിപ്പിക്കുന്നവർക്കാണ് ഈ നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കുക. കൂടാതെ തൊഴിലാളികൾക്ക് പുതിയ ജോലിയിൽ ചേരാനുള്ള വർക്ക് പെർമിറ്റ് പെട്ടെന്ന് തന്നെ അനുവദിക്കുകയും ചെയ്യും. ഇപ്പോൾ നിലവിൽ പരസ്പര സമ്മതപ്രകാരം തൊഴിൽ കരാർ അവസാനിപ്പിക്കുന്ന തൊഴിലാളികൾ 2 വർഷം പൂർത്തിയായവർ ആണെങ്കിൽ പോലും പെട്ടെന്ന് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. 6 മാസത്തിന് ശേഷം മാത്രമേ ഇവർക്ക് UAE-യിൽ മറ്റൊരു തൊഴിൽ നേടാൻ കഴിയുമായിരുന്നുള്ളൂ. UAE തൊഴിൽ വിപണി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിന്റെ ഭാഗമായി നേരത്തെയും തൊഴിൽ മന്ത്രാലയം പല പരിഷ്കരണ നടപടികളും ആവിഷ്കരിച്ചിരുന്നു. തൊഴിലാളികളുടെ അവകാശങ്ങൾ വകവെച്ചുകൊണ്ടുള്ള മാറ്റങ്ങളാണ് പുതുതായി ഇപ്പോൾ UAE-യിൽ നിലവിൽ വരുന്നത്. ആദ്യമായി എത്തുന്ന 2 വർഷം പൂർത്തിയാക്കാത്ത തൊഴിലാളികൾക്കും ഈ നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ 4-5 നിലവാരത്തിലുള്ള തൊഴിലാളികളിൽ ആദ്യ സ്ഥാപനത്തിൽ ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. സൗദിയിൽ സാങ്കേതിക തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് പ്രൊഫഷണൽ ലൈസൻസ് നിർബന്ധമാക്കുമെന്ന് സാങ്കേതിക തൊഴിൽ പരിശീലന കോർപ്പറേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫഹദ് അൽ തുവൈജറി പറഞ്ഞു. റിയാദ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. സാങ്കേതിക തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് പ്രൊഫഷണൽ ലൈസൻസ് നിർബന്ധമാക്കുമെന്ന് സാങ്കേതിക തൊഴിൽ പരിശീലന കോർപ്പറേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഫഹദ് അൽ തുജേരി പറഞ്ഞു. എഞ്ചിനീയർമാർക്ക് പ്രൊഫഷണൽ ലൈസൻസ് നൽകുന്ന സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിന് സമാനമായ പ്രൊഫഷണൽ ലൈസൻസ് നൽകുന്നതിന് കൗൺസിൽ സ്ഥാപിക്കും. സൗദിയിൽ ജോലിയിൽ ഏർപ്പെടുന്നതിന് കൗൺസിൽ അനുവദിക്കുന്ന ലൈസൻസ് നിർബന്ധമാക്കും. പ്രൊഫഷണൽ ലൈസൻസ് പുതുക്കുന്നതിന് പരീക്ഷ ബാധകമാക്കും. ഓരോ സാങ്കേതിക തൊഴിലാളികളുടെയും സ്വഭാവത്തിനും സവിശേഷതയ്ക്കും അനുസരിച്ചാണ് പ്രൊഫഷണൽ ലൈസൻസ് പുതുക്കുന്നതിനുള്ള സമയം നിശ്ചയിക്കുക. 6 മാസത്തിന് ശേഷം പുതിയ പദ്ധതി നടപ്പാക്കുമെന്നാണ് കരുതുന്നത്. സാങ്കേതിക മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ കൃത്യമായ കണക്കുകൾ ലഭ്യമാക്കാനും പതിവായി പരിശീലനങ്ങൾ നൽകി അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാനും പദ്ധതി സഹായിക്കും. ആരോഗ്യ മന്ത്രാലയവുമായി പങ്കാളിത്തം സ്ഥാപിച്ച് നഴ്സിംഗ് കോഴ്സുകൾ ആരംഭിക്കുന്നതിന് സാങ്കേതിക തൊഴിൽ പരിശീലന കോർപ്പറേഷൻ നീക്കമുണ്ട്. സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന 14% പേരെ ഉൾക്കൊള്ളുന്നതിന് കോളേജ് ഓഫ് എക്സലൻസുകൾക്ക് സാധിക്കുന്നുണ്ട്. ഇത് 40% ഉയർത്താനാണ് ശ്രമിക്കുന്നത്. ഓരോ കോഴ്സുകളെയും കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിന് കോളേജ് ഓഫ് എക്സലൻസുകൾ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കോളേജ് ഓഫ് എക്സലൻസുകളിൽ ആരംഭിച്ച കോഴ്സുകളിൽ ചേരുന്ന വനിതകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. ഇതിന് പരിഹാരം കാണുന്നതിന് കോളേജുകൾ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ സഹായം തേടിയിട്ടുണ്ട്. കോളേജ് ഓഫ് എക്സലൻസുകളിൽ നിന്നും പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നവർ തൊഴിൽ വിപണിക്ക് എത്രമാത്രം അനുയോജ്യരാണ് എന്ന കാര്യം ഓരോ വർഷവും പരിശോധിക്കുന്നു.
ലഭിക്കുന്നുണ്ട്. രാജ്യത്ത് ടെക്നിക്കൽ കോളേജുകളുടെ വലിയ കുറവുണ്ട്. ഓരോ മാസവും ഓരോ പുതിയ ടെക്നിക്കൽ കോളേജുകൾ വീതം പുതുതായി തുറക്കേണ്ടതുണ്ട്. മാസത്തിൽ 2 വെക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വീതം തുറക്കേണ്ടതുണ്ടെന്നും ഡോക്ടർ അൽഫാദ് അൽ തുജാരി പറഞ്ഞു. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്.